ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാരങ്ങാച്ചാറാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നാരങ്ങാച്ചാറ്. അതും ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാം കേട്ടോ. അധികം എടുത്ത് വെക്കാതെ നാരങ്ങാച്ചാർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളെ എടുത്ത് വെച്ചിട്ടൊക്കെയാണല്ലോ ഉപയോഗിക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങാച്ചാർ എങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താണ്. ആദ്യം തന്നെ നമുക്ക് നാരങ്ങ നീരിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് നാരങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നാരങ്ങാച്ചാറ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പുഴുങ്ങിയെടുത്ത് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ. അത് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ നാരങ്ങ. വേറെ ഏത് അച്ചാറുണ്ടെങ്കിലും നാരങ്ങാച്ചാർ നമുക്ക് ഈ ഇറച്ചി ഉണ്ടാകുമ്പോഴും മീൻ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ ഇത്തിരി നാരങ്ങാച്ചാർ കൂട്ടുമ്പോൾ നമ്മുടെ വയറിനായിട്ട് നല്ലൊരു ഇതാണ്, സുഖമാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നാരങ്ങാച്ചാർ ഇങ്ങനെ കുറച്ചൊരു ടിന്നിലൊക്കെ ഉണ്ടാക്കി വയ്ക്കാം നമുക്ക്. വേറെ അച്ചാർ ഉണ്ടെങ്കിൽ തന്നെ ഇതിപ്പോൾ ഉണ്ടാക്കി നമുക്ക് പുറത്ത് തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ. നമുക്കപ്പം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കടിച്ച് തിന്നാം. അങ്ങനെ കയ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 10-15 മിനിറ്റ് ഒന്നും ഇങ്ങനെ എണ്ണയിൽ കിടക്കണം കേട്ടോ. നാരങ്ങ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ചുമ്മി പോകണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ കറ പോലെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ആദ്യം ചെയ്യാം കേട്ടോ. ഈ നാരങ്ങയ്ക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഈ നാരങ്ങയ്ക്ക് ഒന്ന് തുടയ്ക്കാം കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ. ഇത് കോരി മാറ്റിയിട്ട് ചൂടാറുമ്പോൾ ഇതൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ആദ്യം അച്ചാർ ഇടാനുള്ളത് തുടങ്ങാം കേട്ടോ. നാരങ്ങ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയത് നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ എണ്ണയിൽ നിന്ന് കോരുമ്പോൾ ഇങ്ങനെ ചുങ്ങി ഇരിക്കും കേട്ടോ. നാരങ്ങയുടെ തൊലിയൊക്കെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ചുങ്ങി ഇരിക്കുന്നത്. ഇതൊരു 15 നാരങ്ങ ഉള്ളൂ കേട്ടോ. അതിന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഇത്തിരി കൂടിയോണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അച്ചാറുകളിലേക്ക് വെളുത്തുള്ളി കൂടുതലായിട്ട് നിന്നുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ രസം ഉണ്ടാവുള്ളൂ. ഇഞ്ചി ഇത്രയും പീസ് എടുത്തിട്ട് ഒരു 3 നാടൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നാടൻ പച്ചമുളക് നല്ല മണം ഉണ്ടായിരിക്കും കേട്ടോ അച്ചാറിന്. നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്ത കാര്യം, ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് നാരങ്ങയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നാരങ്ങ 4 പീസാക്കിയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇങ്ങനെ പകുതി ആക്കിയിട്ടുള്ളൂ. ഇഞ്ചി ഇങ്ങനെ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമുളകും നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായിട്ട് കേട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് നാരങ്ങ എടുത്തിട്ടുള്ളൂ, അപ്പോൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കടുക് ഇടുന്നുണ്ട്. 1 ടീസ്പൂണ് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ടീസ്പൂണാണ് കേട്ടോ ഇടുന്നത്. പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ടീസ്പൂണിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇതൊരു ടീസ്പൂൺ ഇടുന്നുണ്ട്. നല്ല മുളക് 1 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ നല്ല മുളക് ഇടുന്നുണ്ട്. വളരെ കുറച്ച് എടുത്തിട്ടുള്ള കൊണ്ടാട്ടം ഇത്ര ഇടണം. അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് അളവ് ഇത്തിരി കൂട്ടും കേട്ടോ മുളക് പൊടിയൊക്കെ.
ഇതിലേക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നമുക്കപ്പോൾ ഇതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു കായത്തിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയും പോകുന്നതാണ് ഒരു കായത്തിൻ്റെ പീസ്. അത് നമ്മൾ ഈ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഇതിൽ കിടന്ന് അലിഞ്ഞോളും. വെള്ളം തിളച്ചൊക്കെ കഴിയുമ്പോൾ ഇത് ഇതിൽ കിടന്ന് അലിയും കേട്ടോ. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ഈ വെള്ളം നന്നായിട്ട് തിളച്ചൊന്ന് വറ്റണം കേട്ടോ. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അതൊരു 1/4 ഗ്ലാസ് ആവണ വരെയൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. ഈ വെള്ളം നമ്മുടെ നാരങ്ങ ഒന്ന് ഈ നല്ല മസാലയിൽ പുരണ്ട് കിടന്നാൽ മതിയല്ലോ. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇത്തിരി ചൊറുക്കും കൂടെ ഒരു 2 ടീസ്പൂൺ ചൊറുക്കും കൂടെ ഒഴിക്കും കേട്ടോ. അച്ചാർ ഓരോരോ തരത്തിലൊക്കെ ഒന്ന് മാറ്റി മാറ്റി ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഇത് ചെയ്യാം. ഒരുപാട് തരത്തിൽ നമ്മൾ അച്ചാർ ഇടുന്നുണ്ടല്ലോ. ഇടയ്ക്കൊക്കെ ഓരോ ചേഞ്ച് ഒന്ന് ചെയ്ത് നോക്കാം. വെള്ളം വറ്റുന്നുണ്ട്. നമുക്ക് ഇനി നാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മളിട്ട കായൊക്കെ ഒരുവിധം അലിഞ്ഞൊക്കെ കായുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഇതിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴും കായത്തിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ അത് അലിഞ്ഞ് പൊക്കോളൂ കേട്ടോ. ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാറി കഴിയുമ്പോഴേ അച്ചാർ ചൂടാറി കഴിയുമ്പോൾ ചിലപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇല്ലെങ്കിൽ അപ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഈ ചൊറുക്ക ഒഴിക്കുക കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ ചൊറുക്ക ഒഴിക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ ചൊറുക്ക. ചാറ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 1/2 ഗ്ലാസ് ഒഴിച്ചതിന് പകരം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു 1/2 ഗ്ലാസ് ആക്കിയാലും മതി കേട്ടോ. ഒന്ന് തിളവ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മൾ അച്ചാറിട്ടേക്കുന്ന കുപ്പിയും അടപ്പനൊക്കെ നന്നായിട്ട് വിനാഗിരി ഒരു ചെറിയ തുണിയിൽ മുക്കിയിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാവിടെയും ഒന്ന് തുടച്ച് കൊടുത്തിട്ട് അച്ചാറിട്ടേക്കാണെങ്കിൽ പൂക്കില്ല കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ നല്ലെണ്ണ കുപ്പിയുടെ ഉള്ളിലും ആ അടപ്പമ്മയൊക്കെ നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക.
എന്നിട്ട് അച്ചാറിട്ട് വെച്ചാലും പൂക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു അടുത്ത വഴി എണ്ണ തുണിയിൽ മുക്കിയിട്ട് മേലെ വിരിച്ചു കൊടുത്താൽ മതി. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, എല്ലാവരും കൂടെ നിന്നോളൂ കേട്ടോ.